തിരുവചന പ്രദീപത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ ദൈവം നൽകിയ നല്ല അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. നാശപട്ടണമായ യെരിഹോവിൽ നിന്നും അത്ഭുതകരമായി വിടുതൽ ലഭിച്ച രാഹാബിനെയും കുടുംബാംഗങ്ങളെയും കുറിച്ച് നാം കഴിഞ്ഞ ദിവസം അല്പമായി ചിന്തിക്കുകയുണ്ടായി. ഇന്ന് അതിനോടനുബന്ധിച്ചുള്ള ചില കാര്യങ്ങളാണ് നാം ചിന്തിക്കേണ്ടത്. ദൈവം യെരിഹോവിനെ നശിപ്പിക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഈന്തനഗരം എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്ന ഈ പട്ടണം ഇസ്രായേൽ ജനം കനാനിൽ പ്രവേശിച്ചതിന് ശേഷം ആദ്യമായി കീഴടക്കിയ കനാന്യ പട്ടണമാണ്. ദൈവജനത്തിന് കനാനിൽ പ്രവേശിക്കുവാൻ കഴിഞ്ഞെങ്കിലും അനവധി ശത്രുക്കൾ അവർക്കുണ്ടായിരുന്നു. കനാന്യർ, ഹിത്യർ, അമോര്യർ, യെബൂസ്യർ, പെരിസ്യർ, ഗിർഗശ്യർ, ഹിവ്യർ എന്നിങ്ങനെ 7 മഹാജാതികൾ ആ കൂട്ടത്തിലുണ്ടായിരുന്നു. അവരെ പരാജയപ്പെടുത്തിയെങ്കിൽ മാത്രമേ ഇസ്രായേലിന് കനാനിൽ സ്വസ്ഥമായി പാർക്കുവാൻ കഴിയുമായിരുന്നുള്ളൂ. ദൈവത്തിനെതിരായി പ്രവർത്തിക്കുന്നവരും വിഗ്രഹാരാധികളും മ്ലേച്ഛത പ്രവർത്തിക്കുന്നവരും എക്കാലത്തും ദൈവത്തിൻ്റെ ശത്രുഗണത്തിൽപ്പെട്ടവരാണ്. അവർ ശപിക്കപ്പെട്ടവരാണ്. ദൈവജനം അവരിൽ നിന്നും വേർപെട്ട് ജീവിക്കേണ്ടവരാണ്. അവരുടെ പാപങ്ങൾ ഓഹരിക്കാരാകുവാൻ പാടില്ല. എന്നാൽ പിൽക്കാലത്ത് ഇസ്രായേൽ അവരിൽ നിന്നും വേർപെടാതെ അവരുടെ മ്ലേച്ഛതകളെ ചെയ്തുവന്നുവെന്ന് എസ്രാ 9:1 നാം വായിക്കുന്നു. ആ കൂട്ടത്തിൽ ലേവ്യരും പുരോഹിതന്മാരും ഉണ്ടായിരുന്നു. അവരുടെ മക്കളെ കനാന്യ വിഗ്രഹങ്ങൾക്ക് ബലി കഴിച്ചതിനാൽ ദേശം രക്തപാതകം കൊണ്ട് അശുദ്ധമായി തീർന്നതായി സങ്കീർത്തനം 106 രേഖപ്പെടുത്തിയിരിക്കുന്നു. യോശുവയുടെ നേതൃത്വത്തിൽ ദൈവം ഈ പട്ടണത്തെ നശിപ്പിക്കുവാൻ ആഹ്വാനം ചെയ്തു. എന്നാൽ ഈ പട്ടണത്തിൻ്റെ ബലവത്തായ മതിലിൻ മുകളിൽ പാർത്തിരുന്ന റാഹാബ് എന്ന വേശ്യാസ്ത്രീക്കും തൻ്റെ കുടുംബാംഗങ്ങൾക്കും അത്ഭുതകരമായി വിടുതൽ ലഭിച്ചത് ഒരു വലിയ സത്യം നമ്മെ പഠിപ്പിക്കുവാൻ വേണ്ടിയാണ്. ദൈവം നീതിമാനായിരിക്കുമ്പോൾ തന്നെ സ്നേഹവാനും കരുണയുള്ളവനുമാണ്. ദൈവം തൻ്റെ നീതി നിവർത്തിക്കുമ്പോൾ നീതികേട് പ്രവർത്തിക്കുന്നവർക്ക് ആർക്കും ജീവിച്ചിരിക്കുവാൻ അർഹതയില്ല. ദൈവത്തിൻ്റെ ന്യായവിധി അവരുടെ മേൽ വരിക തന്നെ ചെയ്യും. അപ്പോൾ തന്നെ ദൈവം തൻ്റെ കരുണയിൽ പാപങ്ങളെ പൊറുക്കുകയും മനം തിരിയുന്നവർക്ക് വിടുതൽ നൽകുകയും ചെയ്യുന്നു. ഇതെക്കാലത്തുമുള്ള ദൈവത്തിൻ്റെ വ്യവസ്ഥയാണ്. റാഹാബ് എങ്ങനെയാണ് രക്ഷപ്പെട്ടത് എന്ന് എബ്രായ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. വിശ്വാസത്താൽ റാഹാബ് എന്ന വേശ്യ ഒറ്റുകാരെ സമാധാനത്തോടെ കൈക്കൊണ്ടു അവിശ്വാസികളോടുകൂടെ നശിക്കാതിരുന്നു. 2 വാക്കുകൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധേയമാണ്: വിശ്വാസവും അവിശ്വാസവും. വിശ്വാസത്താൽ റാഹാബ് രക്ഷിക്കപ്പെടുന്നു, അവിശ്വാസികളോടുകൂടെ നശിക്കാതിരിക്കുന്നു. യെരിഹോ പട്ടണത്തിലുണ്ടായിരുന്നവർ എല്ലാവരും അവിശ്വാസികളായിരുന്നു എന്ന് വ്യക്തം. അതായത് ദൈവത്തിൻ്റെ രക്ഷയെ അംഗീകരിക്കാത്തവർ. റാഹാബും ആ ഗണത്തിൽ തന്നെയായിരുന്നു. എന്നാൽ യെരിഹോ പട്ടണം നശിപ്പിക്കുവാൻ പോകുന്നുവെന്ന വാർത്ത കേട്ടപ്പോൾ തന്നെ അവൾ ദൈവത്തിൻ്റെ വാക്ക് വിശ്വസിക്കുകയും രക്ഷയ്ക്കുള്ള ദൈവവ്യവസ്ഥ അംഗീകരിക്കുകയും ചെയ്തു. ഇന്നും രക്ഷിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വിശ്വാസത്താൽ രക്ഷിക്കപ്പെടുവാനുള്ള മാർഗം തുറന്നു കിടക്കുന്നു. അത് സാക്ഷാൽ വഴിയും സത്യവും ജീവനുമായ ക്രിസ്തു തന്നെയാണ്. യെരിഹോ പട്ടണത്തിന് തുല്യം ഈ ലോകം നാശത്തിൻ്റെ വക്കിലാണ്. ദൈവത്തിൻ്റെ ന്യായവിധി അധികം താമസിയാതെ ഈ ലോകത്തിൽ അവിശ്വാസികളുടെ മേൽ വരും എന്നതിന് സംശയമില്ല. അതിനു മുമ്പ് രക്ഷിക്കപ്പെടാത്തവർ രക്ഷിക്കപ്പെടണം. പാപം ചെയ്ത് ദൈവദേശം നഷ്ടപ്പെട്ട ഏതൊരു വ്യക്തിക്കും ക്രിസ്തുവിൻ്റെ കാൽവറി മരണത്തിൽ വിശ്വസിച്ച് രക്ഷ പ്രാപിക്കാം. വിശ്വാസത്തോടുകൂടെ യേശുവിനെ സ്വന്തം രക്ഷകനും കർത്താവുമായി സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. റാഹാബിൻ്റെ വിശ്വാസത്തിൻ്റെ അടയാളമായി ഒരു ചുവപ്പ് ചരട് അവർ പാർത്ത വീട്ടിൻ്റെ കിളിവാതിൽ നിന്ന് താഴേക്ക് തൂക്കിയിട്ടിരുന്നത് പോലെ നമ്മുടെ വിശ്വാസത്തിൻ്റെ അടയാളമായി യേശുവിനെ കർത്താവ് എന്ന് വായുകൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യണം. നാശപട്ടണത്തിൽ നിന്നും ക്രിസ്തുവാകുന്ന രക്ഷാസങ്കേതത്തിൽ അഭയം പ്രാപിച്ചവർ സുരക്ഷിതരാണ്. അവർ നിത്യനാശത്തിൽ നിന്നും വിടുവിക്കപ്പെട്ടിരിക്കുന്നു. ഇത് കൃപാകാലമാണ്. നാളെ ഇതിനുള്ള അവസരം ലഭിച്ചു എന്ന് വരികയില്ല. ഇപ്പോഴാണ് രക്ഷാദിവസം. യെരുശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് പോകുന്ന വ്യക്തി യാത്രാമധ്യേ കള്ളന്മാരാൽ ആക്രമിക്കപ്പെട്ട് അർത്ഥപ്രാണനായി വഴിമധ്യേ മരണത്തോട് മല്ലടിച്ചു കിടന്ന ആ മനുഷ്യനെ രക്ഷിക്കുവാൻ ഒരു നല്ല ശമര്യക്കാരൻ വന്നതുപോലെ കർത്താവായ യേശുക്രിസ്തു ഇന്ന് നമ്മുടെ അടുക്കിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു. ആ സ്നേഹസമ്പന്നനായ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുത്താൽ ക്രിസ്തുവിൽ കൂടെ നമുക്കും ആത്മരക്ഷ പ്രാപിക്കാം. ആ രക്ഷാസങ്കേതത്തിൽ നമുക്ക് സുരക്ഷിതരായി തീരാം.
ഈ ലോകം അധികം താമസിയാതെ ദൈവത്തിൻ്റെ ന്യായവിധിക്ക് വിധേയപ്പെടുമെന്നുള്ളതിന് സംശയമില്ല. ഈ ലോകം തീക്കായി സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ പ്രിയരേ, കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ അത്ഭുതകരമായി വിടുതൽ പ്രാപിച്ചവരും കർത്താവിനോടുകൂടെ ആ സ്വർഗീയ വാസത്തിൽ സന്തോഷിക്കും. കർത്താവ് നമ്മേവരെയും അതിനായി സഹായിക്കട്ടെ. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. സ്വർഗീയ പിതാവേ, എരിഹോവ് നാശപട്ടണമായിരുന്നു. ആ നാശപട്ടണത്തെ ദൈവം ഉന്മൂലമാക്കിയത് ഞങ്ങൾ വചനത്തിലൂടെ ചിന്തിക്കുകയായിരുന്നു. എന്നാൽ അത്ഭുതകരമായി രക്ഷപ്പെട്ട റാഹാബ് എന്ന ആ സ്ത്രീയെ, അവളുടെ കഴിഞ്ഞകാല ജീവിതം ഏറ്റവും മോശമായിരുന്നെങ്കിലും അവളോട് ദൈവം കരുണ കാണിച്ചു. ദൈവത്തിൻ്റെ രക്ഷ അവൾ കണ്ടെത്തുവാനായിട്ടിടയായി. ഞങ്ങളും പാപികളും അശുദ്ധരും ദൈവസന്നിധിയിൽ വരുവാൻ യോഗ്യതയില്ലാത്തവരുമെങ്കിലും ഞങ്ങൾക്ക് വേണ്ടി ഒരു രക്ഷാസങ്കേതമായി ഞങ്ങളുടെ കർത്താവ് താണിറങ്ങി വന്നതുകൊണ്ട് സ്തോത്രം. ഞങ്ങൾക്ക് വേണ്ടി രക്ഷയൊരുക്കിയത് കൊണ്ട് സ്തോത്രം. ആ രക്ഷാസങ്കേതത്തിൽ അഭയം പ്രാപിച്ച സകല വിശുദ്ധന്മാർക്കായി സ്തോത്രം. രക്ഷിക്കപ്പെടാത്തവർ രക്ഷിക്കപ്പെടുവാനും രക്ഷാസങ്കേതത്തിൽ അഭയം പ്രാപിക്കുവാനും കൃപ ചെയ്യണമേ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. ക്രിസ്തുയേശുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ. ആമേൻ.